ഉപ്പ മരിക്കുന്നതിന് മുമ്പ് എഴുതിയ ഒരു കത്ത് വായിക്കുമ്പോൾ അവള് വല്ലാതെ വീർപ്പ് മുട്ടുമ്പോൾ, അല്ലെങ്കിൽ ഉമ്മ മരിച്ചു ഉപ്പ മരിച്ചു, അപ്പം അതിന് ശേഷം അവൾ വായിക്കുന്ന ആ കത്തിലൂടെ അവൾ വല്ലാതെ വീർപ്പ് മുട്ടുമ്പോൾ ശ്വസിക്കാൻ ഇടം തേടി അവൾ പോകുന്നത് ഇന്ദ്രജാലത്തിൻ്റെ മുറിയിലേക്കാണ്. അതായത് അവളുടെ പാഷനുള്ള സ്ഥലത്തെ അവൾക്ക് ശ്വസിക്കാൻ പറ്റും. ബാക്കി എല്ലാ സ്ഥലങ്ങളും നമ്മൾ കഷ്ടപ്പെട്ട് വലിച്ചെടുക്കുന്ന ശ്വാസത്തിൻ്റെ ഒരു ഭാരം അതിനുണ്ടാവും. എനിക്കങ്ങനെയാ തോന്നാറുള്ളത് കേട്ടോ. അപ്പം നമ്മൾ വളരെ ഈസി ആയിട്ട് പറയുന്ന ഒരു വാക്കാണ് പാഷൻ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഉള്ളിലേക്ക് പല പല ജീനുകളിൽ നിന്നായി, ഇപ്പം നമ്മുടെയൊക്കെ പുറകിലുള്ള എത്രയോ പൂർവ്വപിതാക്കന്മാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയും ഒതുങ്ങി നിൽക്കാത്തൊരു പരമ്പര ബാക്കിലുണ്ടല്ലോ. വിചാരിക്കും നമ്മൾ ഓരോ മനുഷ്യനും ശരിക്കും ഒരു ജീൻ പൂളല്ലേ. നമുക്ക് പല പല ജീനുകളിൽ നിന്ന് ഇങ്ങനെ സഞ്ചരിച്ച് നമ്മളിലേക്ക് എത്തുന്ന എന്തെല്ലാം കാര്യങ്ങൾ നമുക്കുണ്ടാവും. അതിലൊരു ജീനിൽ മാത്രം അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു പാഷൻ നമ്മളെ വല്ലാതെ ഉണർത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അതിലാണ് നമുക്ക് ഒരു സന്തോഷമോ, അല്ലെങ്കിൽ ഒരു സന്തോഷം എന്നുള്ളതിനേക്കാൾ കൂടുതൽ സമാധാനം എന്നുള്ള വാക്കാണ്. നമ്മൾ അവിടെ എത്തുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും നമ്മൾ കൂളായി ഇരിക്കുക.